ഹേയ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കം വാക്ക് വിത്ത് അസ്. അപ്പം നമ്മൾ ഇന്ന് ചാൽ ബീച്ച് അഴീക്കലുള്ള മീൻ മാർക്കറ്റിൽ പോയിട്ടുള്ളത്. മീൻ മാർക്കറ്റ് കാണാൻ വേണ്ടി പോയതാണ്, ചുമ്മാ ഒന്ന്. അപ്പം അവിടുത്തെ മീൻ മാർക്കറ്റിൽ നമ്മളൊരു ഉച്ച സമയമാകുമ്പോൾ പോയത്. അപ്പം തന്നെ കുറേ ബോട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാനാണ് പാത്തൂനെ പോലെ നടക്കുന്നത്, കാരണം നല്ല വെയിലായതുകൊണ്ട് ഞാൻ ഹെൽമെറ്റിൻ്റെ കൂടെ ഷോളൊക്കെ ഇട്ടിട്ടാണ് ഹെൽമെറ്റ് ഇടാറ്. അപ്പം അത്രക്ക് ചൂടല്ലേ. പിന്നെ ഇത് കണ്ടോ, കൊട്ടക്കണക്കിന് ചെമ്മീൻ ചാകര പോലെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. ഇപ്പം വന്ന ബോട്ടിൽ പിടിച്ചിറക്കിയ ചെമ്മീനാണ് ഈ കൂട്ടയിൽ കാണുന്നത്. ഇതൊക്കെ ലേലം വിളിച്ചിട്ടാണ് വിൽക്കുക. ഇതുപോലെ കൊട്ടയിൽ വെച്ചിട്ട് ലേലം വിളിക്കുക. ഒരു കൊട്ട ഞാൻ കേട്ടത് സ്റ്റാർട്ടിങ് 900 900, 1000, 1500 ഇങ്ങനെയാണ് ലേലം വിളിക്കേണ്ടത്. ഇതൊക്കെ എത്ര പെട്ടെന്നാണ് മൂവ് ആകുന്നതെന്ന് അറിയാം. ഇതെല്ലാം ഓരോരാളുടെ ഗുഡ്സ് കയറ്റാൻ വേണ്ടി കൊണ്ടുവന്നാണ് ലേലത്തിൽ ഫിക്സ്ഡ് ആയിട്ട് പൈസ പറഞ്ഞിട്ട് ഈ കവറൊക്കെ എടുത്ത് നിൽക്കുന്നവരും ബാക്കി വരുന്ന കുറച്ച് മീനൊക്കെ പൈസക്ക് തന്നെ മേടിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ്. ഞങ്ങൾ നോക്കിയിരുന്നു. പിന്നെ ചെമ്മീൻ സൈസൊക്കെ കുറച്ച് കുഞ്ഞതായതുകൊണ്ട് ബുദ്ധിമുട്ടല്ലേ നുള്ളി എടുക്കുക, അതുകൊണ്ട് പിന്നെ മേടിച്ചില്ല. ഇത് കണ്ടോ, കുറച്ച് ചേട്ടന്മാർ ഇവിടെ നിന്ന് ഇറക്കുന്നുണ്ടായിരുന്നു, ഡയറക്ടറിനെ കൊണ്ടുവന്നത്. പിന്നെ കുറേ ആൾക്കാരാണെന്ന് തിരിഞ്ഞ് മാറ്റുന്നുണ്ടായിരുന്നേ ചെമ്മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് ചെമ്മീനും പല മീനും മിക്സ്ഡ് ആയതുകൊണ്ട് ഞാൻ ബഹിരാകാശ ജീവിനെ പോലെ ഹെൽമെറ്റ് ഒക്കെ വെച്ച് നടക്കുന്നത്. അത്രക്ക് ചൂടും വെയിലുമാണ്, അതുകൊണ്ടാണ് ഇതിലൂടെ നടക്കുന്നത്. ഇത് പോലീസിന്റെ പെട്രോളിംഗ് പോലത്തെ ഒരു ബോട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി നടന്നതാണ്. ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇതുവരെ. അപ്പോൾ ഇവിടെ കൈവരിയൊന്നുമില്ല. അപ്പോൾ കുട്ടികളൊക്കെ കൂട്ടി വരുന്നവർ നന്നായിട്ട് ശ്രദ്ധിക്കുക എന്ന്. പിന്നെ ഈ സൈഡിലൊക്കെ എന്തോ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്, എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ ഈ സൈഡൊക്കെ നിന്ന് നമ്മളൊന്ന് അതൊക്കെ കണ്ട് ആസ്വദിച്ച് പിന്നെ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ചാൽ ബീച്ചിന്റെ സൈഡിൽ തന്നെ ആയിട്ട് ഒരു പുൽമൂടൊക്കെ പോലത്തെ ഒരു സ്ഥലമുണ്ട്. നല്ല രണ്ട് സൈഡ് തെങ്ങൊക്കെ ആയിട്ട് ചൂടാണെങ്കിലും തണലും നല്ലൊരു കാറ്റും ഉള്ളതുകൊണ്ട് ഒരു വൈബ് ഉണ്ടായിരുന്നു. പിന്നെ രണ്ട് സൈഡിൽ ഒരു സൈഡിൽ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇതുപോലെ കടലിന്റെ വ്യൂ ആണ്, അടിപൊളിയാണ്. ഇത് വെയിലില്ലാണ്ട് വൈകുന്നേരം പോകണം, അടിപൊളിയാണ് അവിടെ റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ തന്നെ ആയിട്ട് കുറച്ച് ചേട്ടന്മാർ കണ്ട ചെമ്മീന് തന്നെ തോന്നും, പക്ഷെ ചെമ്മീനിനോട് സാമ്യമുള്ള കടലിലെ പുഴു എന്നറിയപ്പെടുന്ന ഒരു സാധനത്തിന് വെച്ച് ഉണക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ചെമ്മീൻ ഉണക്കുന്നതാണെന്നാണ് വിചാരിച്ചത്. എന്നിട്ട് ഇതുപോലെ ചാക്കുകളിലായിട്ട് നിറയ്ക്കുകയെന്ന് ഉണക്കിയിട്ട്. അപ്പോൾ ഇതെന്നാ ചോദിച്ചപ്പോൾ പറഞ്ഞു കോഴീൻ്റെ തീറ്റയ്ക്ക് വേണ്ടിയിട്ടാണ്, കോഴി തീറ്റ ആക്കാൻ എടുക്കുന്ന സാധന പോലും ഇത്. അപ്പോൾ ഇത് കുറേ ഹിന്ദി, അതായത് ബംഗാളി പണിക്കാരാണ് ഇത് കുറേ വടീനെ കൊണ്ടൊക്കെ ചിക്കി വെയിലത്തിട്ട് ഉണക്കുന്നത്. ഇത് കണ്ടു, ഒരുപാട് ഈഗിൾസ് അത് കൊത്തിപ്പെറുക്കി പറക്കുക ചെയ്യുന്നത്. എനിക്ക് പേടിയായി കൊത്തി കിട്ടുമെന്ന്, കാരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് കൊത്തിപ്പോകുമ്പം അതൊക്കെ കയ്യിൽ നിന്ന് നമ്മുടെ സൈഡിലൊക്കെ വീഴുന്നുണ്ടായി. അപ്പം അതൊരു ടെൻഷൻ ഉണ്ടായി. കൊത്തിയിട്ടൊന്നുമില്ല, ഭാഗ്യത്തിന് കുറേ കൃഷ്ണപ്പരുന്തും ഉണ്ടായിരുന്നേ. പിന്നെ ഇത് കണ്ടോ ഇത് ഞാൻ കൈനെ കൊണ്ട് വീശിയപ്പോൾ എല്ലാവരും പറന്നു പോയതാ. വീഡിയോ കാണാൻ രസമല്ലേ, നല്ല. അപ്പോൾ ഈ സൈഡിൽ ഒരുപാട് കൊച്ചി ഉണ്ടായിരുന്നു മീനിനെ കൊത്തി തിന്നാൻ വേണ്ടിയിട്ട്. ഈ സൈഡിലൊക്കെ മീനൊക്കെ കുറേ ചേട്ടന്മാരിരുന്ന് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഈ സൈഡൊക്കെ മീൻ വരുന്നുണ്ടാവും. പിന്നെ ഇത് നമ്മളിവിടെ ബോട്ടിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അതായത് ഇവിടെ നിന്ന് മാട്ടൂൽ വരെ ബോട്ട് സർവീസ് ഉണ്ട്. മാട്ടൂലിൽ നിന്ന് തിരിച്ച് ഇടയ്ക്കിടയ്ക്കേ ഉണ്ട്, 5 മിനിറ്റ് കൂടുമ്പോൾ ഉണ്ട് എന്നാണ് കേട്ടത്. അപ്പം വെറുതെ ഇവിടെ വന്ന് നോക്കി ഒരു കൗതുകത്തിന്. അപ്പോൾ ഇവിടെ നിന്ന് ഒരാൾക്ക് 10 രൂപയാണ്. അപ്പം ഞാനും എൻ്റെ ബ്രദറും ഉള്ളതുകൊണ്ട് രണ്ടാളാണ്ട് 20 രൂപേൻ്റെ ടിക്കറ്റ് മുറിച്ചിട്ട് നമ്മൾ വിചാരിച്ചു ഒന്ന് മാട്ടൂൽ വരെ ഒരു റൈഡ് അടിച്ച് കളയാന്ന്. കാരണം ഒരു രസമല്ലേ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബോട്ടിൽ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നത്. അപ്പം നമ്മൾ രണ്ടാളും കൂടിയിട്ട് ആ ബോട്ടിലേക്ക് കയറിയിട്ട് അതിൻ്റെ ഉള്ളിലെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു, ജസ്റ്റ് ഒന്ന് നോക്കി എന്തൊക്കെയാ എങ്ങനെയൊക്കെയാന്നൊക്കെ. അപ്പോൾ കുറച്ച് ആൾക്കാരും കൂടി കയറാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. നമ്മൾ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ഞാൻ ഇരുന്ന സൈഡ് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആയിരുന്നു. ആ സൈഡിൽ കണ്ടോ നിങ്ങൾ, കടൽ. ഈ വീഡിയോ കാണുന്ന പോലെയല്ലേ. സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇത് പോയിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അടിപൊളി യാത്രയാണ്, അധികം ടൈമൊന്നും എടുക്കുന്നില്ല, പെട്ടെന്ന് തീരും. പക്ഷേങ്കിൽ 10 രൂപയേ ഉള്ളൂ. അപ്പോൾ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് പോയിട്ട് ഇരുന്നിട്ടൊന്ന് വരിക. അപ്പോൾ 20 രൂപക്ക് നമ്മൾ മാട്ടൂലിലേക്ക് ഇപ്പോൾ പോകുന്നത്, അത് കടൽ മാർഗത്തിലൂടെ. ഭയങ്കര രസമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കടലിൻ്റെ ഓളവും അതും ഇതൊക്കെ കാണാൻ. മാട്ടൂൽ അവിടുത്തെ സ്ഥലത്ത് നമ്മളിത് ഇപ്പം ബോട്ട് സൈഡാക്കാൻ പോവുക. അപ്പോൾ അവിടെ നിന്ന് കുറേ ചേട്ടന്മാർ ആ സൈഡിൽ നിന്നൊക്കെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. ഇനി ഇവിടെ ഇറങ്ങാനുള്ളവർ ഈ ബോട്ടിൽ നിന്ന് ഇവിടെ ഇറങ്ങും, കയറാനുള്ളവർ ഇങ്ങോട്ടേക്ക് കയറുകയും ചെയ്യും. നമ്മൾ ഇറങ്ങിയില്ല, കാരണം നമ്മളൊരു വൈബിന് ട്രിപ്പ് അടിക്കുന്ന പോലെ പോയതല്ലേ. സോ നമ്മൾ അവിടെ തന്നെ ഇരുന്നു. എന്നിട്ട് എഗെയിൻ 20 രൂപക്ക് ടിക്കറ്റ് മുറിച്ചിട്ട് തിരിച്ച് നമ്മുടെ ചാൽ ബീച്ചിൻ്റെ അഴീക്കൽ അവിടെയുള്ള ആ സ്റ്റോപ്പിൽ തന്നെയാണ് ഇറങ്ങുക. അപ്പോൾ ഇവിടെ നിന്നൊരു അപ്പൂപ്പനും ഒരു ചേച്ചിയും വാവയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇതാ അപ്പൂപ്പൻ, അപ്പൂപ്പൻ നല്ല എൻജോയ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു വൈബിൽ, വാവേനെയൊക്കെ നോക്കി ചിരിച്ചിട്ട്. അപ്പോൾ ശരിയായ നമ്മളെ ആ ഒരു പഴയ മൂവിയിലൊക്കെ കാണുന്നൊരു ആംബിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ കിട്ടിയത്. കയറുമ്പോൾ അടിപൊളിയായിരുന്നേ, സത്യം പറയാമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും
ഇതിലൂടെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിൽ കയറാം. നമ്മൾ ഉച്ച സമയത്താണ് കയറിയത്, ഒരു 2:30 3:30 ആ ടൈമിലാണ് നമ്മളൊക്കെ വന്നത്. 4 മണി ആയിട്ടുണ്ടാവും ഓൾമോസ്റ്റ്. അപ്പോൾ എൻ്റെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഞാൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എപ്പോഴും പറഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.